إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം എന്നത് സത്യദീനാണ്. ഈ സത്യദീനിന് ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളാകട്ടെ അത് പരിപൂർണമാണ്. അതിലിനി ഒന്നും കൂട്ടാനോ അതുപോലെ തന്നെ കുറക്കാനോ ഇല്ല. പരിപൂർണമായ ദീനാണ് ഇസ്ലാം. റബ്ബ് സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പറഞ്ഞില്ലേ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. യൗമു അറഫ ദിനത്തിൽ ദുൽഹിജ്ജയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ആയത്താണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. ഇന്നേ ദിവസം നിങ്ങളുടെ ഈ ദീൻ അത് പൂർത്തിയായിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, അതുപോലെ തന്നെ ഇസ്ലാം എന്ന ദീൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പറയുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇമാം അബൂ ദാവൂദും ഇമാം അൻ-നസായിയും മറ്റും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നതായി കാണാം, ഖദിമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-മദീന വലഹും യൗമാൻ യൽഅബൂന ഫീഹിമാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന നേരത്ത് അവിടെ ഉണ്ടായിരുന്ന സഹാബത്ത്, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ 2 ദിവസം അവർ ആഘോഷത്തിനായി സ്വീകരിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചു, മാ ഹാദാനിൽ യൗമാൻ, ഏതാണ് ഈ 2 ദിവസം? നിങ്ങൾ ആഘോഷിക്കുന്ന, നിങ്ങൾ ആഹ്ലാദിക്കുന്ന ഈ 2 ദിവസങ്ങൾ ഏതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു, ഖാലു കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ, നമ്മൾ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ആഘോഷിച്ചിരുന്ന 2 ദിവസമാണ് റസൂലേ ഇത് എന്ന് സഹാബത്ത് മറുപടി നൽകി. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ, ഇതാ ഈ 2 ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള നന്മയുള്ള 2 ദിവസങ്ങൾ നിങ്ങൾക്ക് പകരമായി ആഘോഷിക്കാൻ നൽകിയിരിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ ഇസ്ലാം എന്ന ദീൻ. ഏതൊക്കെയാണ് സഹോദരങ്ങളെ ആ 2 ദിവസം? യൗമൽ അൽഹ വ യൗമൽ ഫിത്ർ, ബലിപെരുന്നാളും അതുപോലെ തന്നെ ചെറിയ പെരുന്നാളും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്ക് 2 ആഘോഷങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ്.
രണ്ടേ രണ്ട് ആഘോഷങ്ങളാണ് മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാനായിട്ടുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നലെ ആഘോഷിക്കപ്പെട്ട ആഘോഷം അഥവാ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരാഘോഷം, ഈ ഒരാഘോഷം എന്താണെന്നും അതിലൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവൻ സ്വീകരിക്കേണ്ട നിലപാടെന്നും അവൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം പ്രിയപ്പെട്ടവരെ, ഖേദകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പല ആളുകളുടെയും സ്റ്റാറ്റസും അതുപോലെ തന്നെ പല ആളുകളുടെയും വേഷവിധാനവും നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ അനുകൂലിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ സ്റ്റാറ്റസുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ട് ആഘോഷങ്ങളാണ് ഇവിടെയുള്ളത്. അതിനാൽ തന്നെ മറ്റാഘോഷങ്ങളിൽ ഒരു മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, നബിയെ, അങ്ങേക്ക് നാം ഇതാ തെളിഞ്ഞ ഒരു മാർഗം അതിലാക്കിയിരിക്കുന്നു, തെളിഞ്ഞ ഒരു മാർഗം അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു. ആകയാൽ ആ മാർഗത്തെ റസൂലെ അങ്ങ് പിൻപറ്റണം. വലാ തത്തബിഅ അഹ്വാഅ അല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരുടെ തന്നിഷ്ടങ്ങളെ റസൂലെ അങ്ങ് പിൻപറ്റരുത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഇത് റസൂലിനോടാണ് കൽപ്പനയെങ്കിലും കേൾക്കുന്ന ഓരോ മുസ്ലിമീങ്ങൾക്കും ഈ ഒരു കൽപ്പന അത് ബാധകമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യമാണ്, നിരോധിച്ച കാര്യമാണ് മറ്റുള്ള മതസ്ഥരെ പിൻപറ്റുക അല്ലെങ്കിൽ അവരോട് സദൃശ്യപ്പെടുക എന്നുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവിടുന്ന് പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരാണോ മറ്റു മതസ്ഥരോട് സദൃശ്യപ്പെടുന്നത് അവൻ അവരിൽ പെട്ടു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാം. അതിനാൽ തന്നെ സഹോദരങ്ങളെ, അവരോട് സദൃശ്യപ്പെടുക എന്നുള്ളതും അവരുടെ ആഘോഷങ്ങളിലും അതുപോലുള്ള കാര്യങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വെറും ഒരു ആഘോഷം മാത്രമാണോ? വ്രത അവർ ഇങ്ങനെ ആഘോഷിച്ചു പോകുന്നതാണോ? അതല്ല. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എന്താണ് സഹോദരങ്ങളെ ഇതിന്റെ അടിസ്ഥാനം? വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകങ്ങളുടെ രക്ഷിതാവായ നമ്മുടെ റബ്ബിനൊരു മകനുണ്ട് എന്നതിൽ അധിഷ്ഠിതമായി നടക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കപ്പെടുന്ന ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ, ഇതാ നസാറാക്കൾ പറഞ്ഞിരിക്കുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മകനെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, അവർ പറഞ്ഞിരിക്കുന്ന ആ വാദമുണ്ടല്ലോ, ആ ആരോപണമുണ്ടല്ലോ, വളരെ നിരർത്ഥകമായ വളരെ മോശമായ ഒരു വാദമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. തകാദുസ് സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ പറഞ്ഞിരിക്കുന്ന ആ വാദമുണ്ടല്ലോ, അത് കാരണത്താൽ ആകാശങ്ങൾ പൊട്ടിപ്പിളറാറായിരിക്കുന്നു, അതുപോലെ തന്നെ ഭൂമി വിണ്ടുകീറാറായിരിക്കുന്നു. അവർ പറഞ്ഞ വാദം കാരണത്താൽ അവർ എന്താണ് സഹോദരങ്ങളെ വാദിച്ചിരിക്കുന്നത്? റഹ്മാനി വലദ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു മകനുണ്ട് എന്നുള്ളതാണ് അവർ വാദിച്ചിരിക്കുന്നത്. വമാ യംബഗി ലിർറഹ്മാനി അയ്യത്തഖിദ വലദ, ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് യോജിച്ച കാര്യമല്ല ഒരു മകനെ സ്വീകരിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മുടെ ആരെങ്കിലും ഒരു പിതാവിന് ഒരു ജാരസന്തതി ഉണ്ട് എന്ന് പറഞ്ഞ് അടിസ്ഥാനപ്പെടുത്തി ഒരാഘോഷം ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുക? നമ്മൾ ആഘോഷിക്കുമ്പോ പോട്ടെ, നമ്മൾ ആശംസ പറയുമോ? നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്നാൽ ആലോചിച്ചു നോക്കുക, നമ്മളെക്കാളും നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ മക്കളെക്കാളും ഭാര്യമാരെക്കാളും നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ റബ്ബിനെയാണ്. നമ്മുടെ റബ്ബിനെയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണമായി കൊണ്ട് പറഞ്ഞില്ലേ, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, തീർച്ചയായും മുഅ്മിനീങ്ങൾ അവർ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അങ്ങേയറ്റം ഇഷ്ടമുള്ള ആളുകളാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണമായി പറയുന്നതായി നമുക്ക് കാണാം. യുവാക്കളെ, ചെറുപ്പക്കാരെ, ആലോചിച്ചു നോക്കുക. വെള്ളയും ചുവപ്പും വസ്ത്രം അണിഞ്ഞുകൊണ്ട് കോളേജിന്റെയും അതുപോലെ തന്നെ സ്കൂളുകളുടെയും വരാന്തയിലൂടെ ആഘോഷിക്കുന്ന ഈ ആഘോഷമുണ്ടല്ലോ, നീ ഇങ്ങനെ ആഹ്ലാദിക്കുന്ന ആഹ്ലാദമുണ്ടല്ലോ, എന്താണ് സഹോദരങ്ങളെ ഇതിന്റെ അടിസ്ഥാനം? നിന്റെ റബ്ബിനൊരു മകനുണ്ട് എന്നതിൽ അടിസ്ഥാനപ്പെടുത്തി
ആഘോഷിക്കപ്പെടുന്ന ഒരു ആഘോഷമാണ്. സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഉമ്മയേക്കാൾ നിന്നോട് കാരുണ്യമുള്ള, നിന്റെ ബാപ്പയേക്കാൾ നിന്നോട് കാരുണ്യമുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഒരു ദിവസം ഇതാ ഒരു ഉമ്മ ഇതാ അവരുടെ മക്കളെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് ഒരു യുദ്ധവേളയിൽ. അങ്ങനെ ഓരോ മക്കളെയും തന്റെ മകനാണോ എന്ന് നോക്കിക്കൊണ്ട് ആ ഉമ്മ ഇങ്ങനെ ബേജാറിൽ നടക്കുകയാണ്. അങ്ങനെ അവസാനം ആ ഉമ്മയുടെ മകനെ ആ ഉമ്മക്ക് കിട്ടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചു, ഈ ഉമ്മ എങ്ങാനും ഈ കുട്ടിയെ നരകത്തിൽ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സഹാബത്തെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല റസൂലെ, അവരങ്ങനെ ചിന്തിക്കുക പോലുമില്ല റസൂലെ എന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലല്ലാഹു അർഹമു ബിവലദിഹി, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരടിമയോട് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മാക്ക് ഒരു മകനോട് എത്രത്തോളം കാരുണ്യമുണ്ടോ അതിനേക്കാൾ ഉപരി ഒരടിമക്ക് അവന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരടിമയോടുണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇനി നീ ചിന്തിക്കുക, നീ ഒന്ന് ആലോചിക്കുക, നീ ആഘോഷിക്കുന്ന ഈ ആഘോഷം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നീ ചിന്തിക്കുക. സലഫുകളിൽ ചിലർ പറഞ്ഞില്ലേ, എന്നെ വിചാരണ ചെയ്യുന്നത് എന്റെ റബ്ബും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഉമ്മയെയും വിചാരണ ചെയ്യാനെടുക്കും, അല്ലെങ്കിൽ വിചാരണ ചെയ്യുന്നത് അള്ളാഹു ആണ്, അതല്ലെങ്കിൽ ഉമ്മയാണ്, ഇതിൽ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ, അവർ പറഞ്ഞതായി കാണാം, എന്റെ റബ്ബെന്നെ വിചാരണ ചെയ്താൽ മതി, കാരണം എന്റെ ഉമ്മയെക്കാൾ എന്നോട് സ്നേഹമുള്ളത് എന്റെ റബ്ബിനാണ് എന്ന് സലഫുകൾ മറുപടിയായി പറഞ്ഞതായി കാണാം. അതിനാൽ സഹോദരങ്ങളെ ചിന്തിക്കുക, എന്തിന്റെ പേരിലാണ് നീ ആഘോഷിക്കുന്നത് എന്ന് നീ മനസ്സിരുത്തി ആലോചിക്കുക. എങ്ങനെയാണ് മുസ്ലിമേ നിനക്കിത് ആഘോഷിക്കാൻ സാധിക്കുന്നത്? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, തഹ്നിയത്തുൽ കുഫാരി ബിഈദിൽ ക്രിസ്മസ് ഔ ഗൈരിഹി, ഇതാ മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങളിൽ എങ്ങനെയുള്ള ആഘോഷമാണ് സഹോദരങ്ങളെ? മിന്ന അയാദിഹിമുദ്ദീനിയ, അവരുടെ മതപരമായ ആഘോഷങ്ങളിൽ ഒരു മുസ്ലിം അവരോട് ആശംസ പറയുക എന്നുള്ളത് ഹറാമും ബിൽ ഇത്തിഫാഖ്, ഏകകണ്ഠേന ഉലമാക്കൾ, പണ്ഡിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ ഏകകണ്ഠേന പറഞ്ഞ കാര്യമാണ്, അത് ഹറാമാണെന്നുള്ളത്. ചിന്തിക്കണം സഹോദരങ്ങളെ, ചില ആളുകളെങ്കിലും പറയുന്നതായി കാണാം, ഒരാശംസയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസാരവൽക്കരിക്കുന്നതായി കാണാൻ സാധിക്കും. ഒരാശംസ പറഞ്ഞതിന്റെ പേരിൽ ആകാശം ഇടിഞ്ഞു വീകുമോ, അതല്ലെങ്കിൽ ഭൂമി വിണ്ടുകീറുമോ എന്നൊക്കെയുള്ള രൂപത്തിൽ പല ചോദ്യങ്ങളും ചോദിക്കുന്നതായി കാണാൻ സാധിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഏതും ചോദിക്കാം. വ്യഭിചരിച്ചാലും ഇവിടെ ആകാശം ഇടിഞ്ഞു വീകാനാകുന്നില്ല, അതല്ലെങ്കിൽ ഭൂമി പൊട്ടിപ്പിളരുന്നില്ല. ഒരാശംസ പറഞ്ഞു എന്നതിന്റെ പേരിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അങ്ങനെ ഏത് തിന്മ ചെയ്തു കഴിഞ്ഞാലും സഹോദരങ്ങളെ, ഇവിടെ ഭൂമിക്കും ആകാശത്തിനും ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കുരുട്ടു ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അവന് യോജിച്ച കാര്യമല്ല. സഹോദരങ്ങളെ, ചെറുതല്ലേ എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മതിയായതാണ് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ. ഒരു കവി പറഞ്ഞതുപോലെ, വലാ തഹ്തകിർ കൈദൽ ലഈഫി ഫറുബ്ബമാ തമൂതുൽ അഫാഇ മിൻ സുമൂമിൽ അഖാരിബി. ഒരു കവി ഇങ്ങനെ പാടിയതായി കാണാം, ഒരിക്കലും നീ കുതന്ത്രം, ചെറിയ ആളുകളുടെ കുതന്ത്രം അത് ചെറുതായി കാണാൻ പാടില്ല. കാരണം സഹോദരങ്ങളെ, വലിയ പാമ്പുകൾ അത് മരിക്കുന്നത് ചെറിയ ഇഴജന്തുവായ തേളുണ്ടല്ലോ, അതിന്റെ കടിമൂലത്താൽ ഇതാ വലിയ പാമ്പുകൾ മരിക്കുന്നുണ്ട് എന്ന് ഒരു കവി പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെറുതായി കണ്ട് അവസാനം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിലെത്തുമ്പോൾ ആ ഒരു വാക്ക് മതിയാകും ഒരുപക്ഷെ നമ്മുടെ നാശത്തിലേക്ക് എത്താൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, വ ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മിൻ സഖതില്ലാ, അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന ഒരു വാക്ക് ഒരടിമ ആ വാക്ക് പറയും, ലാ യുൽഖി ലഹാ ബാലാ, അതിനെ അവൻ കാര്യമായി പരിഗണിക്കുകയില്ല. ആ പറഞ്ഞ വാക്ക് റബ്ബിന് കോപമുള്ള കാര്യമാണ്, പക്ഷേ ആ ഒരു വാക്ക് അവൻ പരിഗണിക്കുകയില്ല. യഹ്വി ബിഹാ ഫീ ജഹന്നം, ആ ഒരൊറ്റ വാക്ക് അവനെ നരകത്തിന്റെ ആയങ്ങളിലേക്ക് എത്തിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതിനാൽ സഹോദരങ്ങളെ, വിഷയം വളരെ ഗൗരവത്തിലെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ആഘോഷം അത് അടിസ്ഥാനരഹിതമാണ് എന്ന് മനസ്സിലാക്കി തരുന്ന വളരെ മനോഹരമായ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ പണ്ഡിതൻ അബൂബക്കർ അൽ ബഖ്ലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ സംഭവം, അഥവാ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു രാജാവ് ക്രിസ്തീയനായ ഒരു രാജാവാണ്.
അങ്ങനെ അബൂബക്കർ അൽ ബാഖില്ലാനി റഹിമഹുല്ലയെ അവരുടെ രാജസദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്, അവിടെയുള്ള ആളുകളോട് സംസാരിക്കാനും മറ്റും. അങ്ങനെ സഹോദരങ്ങളെ, അബൂബക്കർ അൽ ബാഖില്ലാനി റഹിമഹുല്ല ആ രാജാവിന്റെ സദസ്സിലേക്ക് വന്നപ്പോൾ ഈ ക്രിസ്തീയ രാജാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് നമ്മുടെ വലിയ പണ്ഡിതനാണ്, അഥവാ ക്രിസ്തീയ പണ്ഡിതനാണ്, ഇവരാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്, ഇവർ പറയുന്നത് അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് അബൂബക്കർ അൽ ബാഖില്ലാനി റഹിമഹുല്ല അദ്ദേഹത്തോട് രാജാവ് പറഞ്ഞപ്പോൾ അദ്ദേഹം അബൂബക്കർ അൽ ബാഖില്ലാനി ഈ പണ്ഡിതനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ മക്കളുടെയും അതുപോലെ തന്നെ ഭാര്യയുടെയും വിശേഷം, എന്താണ്, എങ്ങനെ ഇരിക്കുന്നു അവർ എന്ന് അബൂബക്കർ അൽ ബാഖില്ലാനി റഹിമഹുല്ല ഈ ക്രിസ്തീയ പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അവിടെ ആ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ അബൂബക്കർ അൽ ബാഖില്ലാനിയോട് കോപിക്കുകയാണ്, അവരോട് അരിശം മൂണ്ടുകയാണ്. എന്താണ് കാരണം? നമ്മുടെ മതത്തിൽ ഒരു പണ്ഡിതനെ വിവാഹം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്, അതുപോലെ തന്നെ മക്കളെ ഉണ്ടാക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്, ഇങ്ങനെയുള്ള ചോദ്യം നീ ചോദിക്കരുത് എന്ന് അബൂബക്കർ അൽ ബാഖില്ലാനി റഹിമഹുല്ലയോട് ആ സദസ്സിലുള്ള ആളുകൾ ചോദിക്കുകയാണ്. തൊട്ടുടനെ മറുപടിയായിക്കൊണ്ട് അബൂബക്കർ അൽ ബാഖില്ലാനി റഹിമഹുല്ല ചോദിച്ചു, നിങ്ങളുടെ ഒരു പണ്ഡിതന് ഈ രൂപത്തിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രയാസമാണ്, നിങ്ങൾ ഇതാ പ്രയാസപ്പെടുകയാണ്. ഇല്ലാത്ത മകന്റെ വിശേഷം ചോദിച്ചപ്പോൾ, ഇല്ലാത്ത ഭാര്യയുടെ വിശേഷം ചോദിച്ചപ്പോൾ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഒരു മകനുണ്ട് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ക്രിസ്തുമസിന്റെ അവസ്ഥ? ഇവരെല്ലാവരും ഒരുപോലെ തന്നെ വായ പൂട്ടിപ്പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിനോട് സദസ്സിൽ നിന്ന് നിങ്ങൾ പോയിക്കൊള്ളുക എന്ന രൂപത്തിൽ പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം ഈ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ആളുകൾക്കും ഓരോ ആശയങ്ങൾ, നമ്മൾ എന്തായാലും ഈ ദുനിയാവിൽ വന്നുപോയി, എല്ലാവരും ഓരോ ആശയങ്ങൾ സ്വീകരിക്കുന്നു, അതുകൊണ്ട് ഞാനും ഒരാശയം സ്വീകരിക്കുന്നു എന്ന രൂപത്തിലാകാൻ പാടില്ല നീ മുസ്ലിമായി ജീവിക്കേണ്ടത്. ഒരിക്കലും നീ ഈ രൂപത്തിലല്ല, മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇറക്കിയ ഈ ദീൻ അത് സത്യമാണ്. പ്രതാപമുള്ളവനാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ വിശേഷണമായി കൊണ്ട് ഖുർആനിൽ പറഞ്ഞില്ലേ, വല്ലദീന ലാ യശ്ഹദൂന സൂർ, റബ്ബിന്റെ അടിമകൾ അവർ സൂറിന് സാക്ഷ്യം വഹിക്കാത്ത ആളുകളാണ്. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ വഹാഖും മുജാഹിദും അതാ ഇബ്നു അബി റബാഹ് ഇവരെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ ആയത്തിനെ സൂറിനെ വിശദീകരിച്ചതായി കാണാം. അയ്യാദുഹും, മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാത്ത ആളുകളാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുഅ്മിനീങ്ങളായ അടിമകളെന്ന് ഈ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയം ചെറുതല്ലേ എന്ന് കരുതി നമ്മൾ ഒരിക്കലും ലാഘവത്തോടെ കാണാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ മരണം വരെ പാലിച്ചു നടക്കുന്ന അവന്റെ സച്ചരിതരായ അടിമകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول ما تسمعون أستغفر الله لي ولكم ولسائر المؤمنين من كل ذنب واستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. സഹോദരങ്ങളെ, എന്താണ് യഥാർത്ഥത്തിൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം? അള്ളാഹുവിന്റെ മകനാണോ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം? ഒരിക്കലുമല്ല. ആ ചരിത്രം സൂറത്തു മറിയമിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. റബ്ബ് പറയുകയാണ്, ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലു. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും എടുത്തുകൊണ്ട് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ സമുദായത്തിലേക്ക് ചെല്ലുകയാണ്. ഖാലു യാ മറിയം ലഖദ് ജിഅ്തി ശൈഅൻ ഫരിയ. അല്ലയോ മറിയമേ, നീ ചെയ്തിരിക്കുന്ന കാര്യം, നീ പ്രവർത്തിച്ചിരിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. നിന്റെ പിതാവ് അവൻ മോശക്കാരനല്ല, നിന്റെ മാതാവ് ഒരു മോശമായ സ്ത്രീയുമല്ല. എന്ത് കാര്യമാണ് നീ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന്. അഥവാ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഭർത്താവില്ലാതെയാണ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഗർഭം ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ സമുദായം ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. ഫഅശാറത് ഇലൈഹി, മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ അവരോട് ചോദിക്കുക എന്ന രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്ന സമുദായം ചോദിക്കുകയാണ്. ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ. എങ്ങനെയാണ് തൊട്ടിലുള്ള ഒരു കുട്ടി സംസാരിക്കുക?
എന്താണ് മറിയം എന്ന് ഈ പറയുന്നത് എന്ന് സമുദായം ചോദിച്ചപ്പോൾ അതാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് സംസാരിക്കുകയാണ്. എന്താണ് സഹോദരങ്ങളെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിൽ നിന്ന് ആദ്യം പറഞ്ഞ വാക്ക് ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ്, ഞാൻ റബ്ബിന്റെ അടിമയാണ് എന്ന് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ നിന്ന് പറയുകയാണ്. ഇന്നി ഇബ്നുല്ലാഹ് എന്നല്ല പറഞ്ഞത്, ഞാൻ റബ്ബിന്റെ മകനാണ് എന്നല്ല പറഞ്ഞത്, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ, എനിക്ക് ഗ്രന്ഥം നൽകുകയും എന്നെ നബിയായി റബ്ബ് സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്. ഇതാണ് സഹോദരങ്ങളെ യാഥാർത്ഥ്യം. അള്ളാഹുവിന്റെ അടിമയാണ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. അത് മാത്രമല്ല സഹോദരങ്ങളെ, ചരിത്രപരമായി നോക്കുകയാണെങ്കിലും ഈ ഒരു മാസമോ അല്ലെങ്കിൽ ഈ ഒരു തീയതിയിലോ അല്ല ഒരിക്കലും ക്രിസ്മസ് നടക്കേണ്ടത്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ ഈ ഒരു കാര്യം ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നതായി കാണാം. എന്താണ് സഹോദരങ്ങളെ അത്? ഫഅജാഅഹൽ മഖാലു ഇലാ ജിദ്ഇൻ നഖ്ല ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുൻതു നസിയൻ മൻസിയ. ഇദാ അവർ ഈ ഒരു കാര്യം ഉണ്ടായപ്പോൾ അഥവാ ഗർഭം ധരിച്ചപ്പോൾ അവർ പ്രയാസത്തോടെ അവർ പറയുകയാണ്, ഞാൻ മരിച്ചിരുന്നെങ്കിൽ, എന്നെ വിസ്മരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? പറഞ്ഞതുപോലെ ഭർത്താവില്ലാതെ ഗർഭം ധരിച്ചത് കാരണത്താലാണ്. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം വിശ്വസിക്കുക എന്നുള്ളത് അവന് പ്രയാസമുള്ള കാര്യമല്ല, അവന് പ്രയാസമുള്ള കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യനെ പടക്കപ്പെട്ടത് തന്നെ വളരെയധികം ലഈഫായിട്ടാണ്, ദുർബലനായിട്ടാണ്. അല്ലേ സഹോദരങ്ങളെ, നമുക്ക് അറിയാം നമ്മുടെ അവയവങ്ങൾക്കെല്ലാം തന്നെ ദുർബലതയുണ്ട്. എനിക്കിതാ എന്റെ ഈ ചുമരിന്റെ അപ്പുറമുള്ള കാര്യങ്ങൾ എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുകയില്ല, അതെന്റെ കണ്ണിന്റെ പരിധിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ശബ്ദം വളരെയധികം ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്ക് അത് താങ്ങാൻ സാധിക്കുകയില്ല, അതിന്റെ ചെവിയുടെ പരിധിയാണ്. അതുപോലെ തന്നെ ഒരു മേശ എനിക്ക് അത് പൊക്കാൻ സാധിക്കും, അത് 3-4 മേശയായി കഴിഞ്ഞാൽ അതെനിക്ക് പൊക്കാൻ സാധിക്കുകയില്ല, അതെന്റെ ശരീരത്തിന്റെ ദുർബലതയാണ്. ഇതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ദുർബലത നൽകിയ സാധനമാണ് നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ദുർബലതയുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ഓരോ കാര്യവും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോടുള്ള കാരുണ്യത്താൽ നമ്മളോട് വിശ്വസിക്കുക എന്നത് മാത്രം പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അതിൽ ചൂഴ്ന്ന് അന്വേഷിക്കേണ്ടതില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോടുള്ള കാരുണ്യത്താൽ പറയുകയാണ്. എല്ലാ സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധി കാലത്തിനനുസരിച്ച് അത് വർദ്ധിക്കുന്നില്ലേ? കാലത്തിനനുസരിച്ച് അത് ചെറുതാകുന്നില്ലേ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു 50-60 വർഷം മുമ്പ് ഒരാൾ പറയുകയാണ്, ഞാനിതാ ഇവിടെ നിന്നുകൊണ്ട് അമേരിക്കയിലുള്ള ഒരാളോട്, ഇവിടെ നിന്ന് ഞാൻ അമേരിക്കയിലുള്ള ഒരാളോട് സംസാരിക്കും എന്ന് 60-70 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് ആളുകൾ പറയും, നിനക്ക് ഭ്രാന്താണ്, നിനക്ക് ഭ്രാന്താണ് എന്ന് 60-70 വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് പറയും. എന്നാൽ ഇപ്പോൾ അത് നടക്കുന്നില്ലേ? ഇപ്പോൾ അത് നടക്കുന്നില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിമിതികളുണ്ട്, അതിന് പരിമിതികളുണ്ട്. അങ്ങനെ സഹോദരങ്ങളെ, അവിടുന്ന് പറയുകയാണ്, ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ. അവിടുന്ന് താഴ്ഭാഗത്തു നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ്, നീ വ്യസനിക്കേണ്ടതില്ല, നിനക്കിതാ നല്ല തണുത്ത വെള്ളം. ശ്രദ്ധിക്കുക, എന്താണ് പറഞ്ഞത്? നല്ല തണുത്ത വെള്ളം നിനക്ക് ഒഴുക്കി തന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നവർ ഒരാൾ പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, ഈ ഡിസംബർ മാസത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് തണുത്ത വെള്ളം കുടിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഒരാൾക്ക് തണുത്ത വെള്ളം കുടിക്കാൻ സാധിക്കുക? ഒന്നാമത്തെ കാര്യം. പിന്നീട് അവിടുന്ന് പറയുകയാണ്, വഹുസ്സി ഇലൈക ബിജിദ്ഇൻ നഖ്ല തുസാഖിത് അലൈകി റുത്ബൻ ജനിയ. നീ അവിടെയുള്ള ഈന്തപ്പന മരം അത് ഇളക്കുക, അത് ഇളക്കി കഴിഞ്ഞാൽ നല്ല പാകത്തിലുള്ള ഈത്തപ്പഴം നിനക്ക് നൽകാം, അത് വീഴ്ത്തി തരുമെന്ന് അവിടുന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുകയാണ്. പുറം നാട്ടിൽ ജീവിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴാണ് ഈന്തപ്പന അത് കായ്ക്കുക, എപ്പോഴാണ് ഈന്തപ്പന അത് കായ്ക്കുക. വളരെയധികം ചൂടുള്ള ആ ഒരു സമയത്താണ് ഈന്തപ്പനം കായ്ക്കുക. അതുപോലെ തന്നെ ഒരാൾക്ക് തണുത്ത വെള്ളം അത് കുടിക്കാൻ ചൂട്ടത്താണ് അതിന് വളരെ രസമുണ്ടാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ 2 കാര്യങ്ങളും ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്. അഥവാ നസാറാക്കളിൽ പോലും ഈ ഒരു ആഘോഷം അത് ബിദ്അത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക, അത് മുൻകാലത്ത് ആഘോഷിച്ചിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചരിത്രപരമായോ അല്ലെങ്കിൽ ഇങ്ങനെ
ശാസ്ത്രപരമായ ഒന്നും ചിന്തിക്കേണ്ടതില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ വാക്ക് അത് അവന്റെ റബ്ബിന്റെ വാക്കാണ്. റബ്ബ് പറഞ്ഞു കഴിഞ്ഞു അത് ആഘോഷിക്കരുത് എന്നുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സമീഅന വതഅന, ഇതാ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്നൊരു നിലപാടാണ് മുസ്ലിമിന്റെ. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഖേദകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിദിനം പോലും ആഘോഷിക്കാത്ത ആളുകൾ, നബിദിനം ബിദ്അത്താണ് എന്ന് പറയുന്ന ആളുകൾ പോലും ഇതാ അവർ പറയുകയാണ് എന്ത്, ക്രിസ്തുമസ് അത് ആഘോഷിക്കാതിരിക്കുന്നത് തീവ്രവാദമാണ് എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ പറയുകയാണ്, മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ പറയുകയാണ് അത് മതേതരത്തിനെതിരാണ്. ഒരാഘോഷം ആഘോഷിക്കാതിരിക്കുക എന്നുള്ളത് മതേതരത്തിനെതിരാണ് എന്ന രൂപത്തിൽ അവിടുന്ന് സംസാരിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരു അമുസ്ലിമിനെ കണ്ടാൽ ചിരിക്കാൻ പാടില്ല, അതല്ല എങ്കിൽ അവരോട് ഒരു നിലക്കുമുള്ള ഇടപാടുകൾ പാടില്ല എന്ന് ഒരിക്കലും ഇതിൽ നിന്ന് അർത്ഥം ലഭിക്കുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക. അവിടുന്ന് പല മുസ്ലിമീങ്ങളോടും ക്രയവിക്രയങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഒരു കാര്യവുമില്ല, ഒരു പ്രയാസവുമില്ല, ആ രൂപത്തിൽ ചെയ്യാം. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലുത് അവന്റെ വിശ്വാസമാണ്. അതിലൊരു നിലക്കുമുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒരു മുസ്ലിമിന് പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് തീവ്രവാദമാണുള്ളത്? സഹോദരങ്ങളെ ചിന്തിക്കുക. മറ്റുള്ള ആളുകളും ഈ രൂപത്തിൽ അവരുടെ മതപരമായ കാര്യങ്ങൾ വരുമ്പോൾ പലതും ഉപേക്ഷിക്കുന്നുണ്ട്. അതിലാരും തീവ്രവാദം കാണുന്നില്ല, അല്ലെ? നമുക്കറിയാം അവരുടെ മതപരമായ കാര്യങ്ങൾ വരുമ്പോൾ അവർ പല ഭക്ഷണങ്ങളും അത് ഒഴിവാക്കും. അതുപോലെ തന്നെ അവർക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അതവരെ ഒഴിവാക്കും. എവിടെയാണ് സഹോദരങ്ങൾ ഇവിടെ തീവ്രവാദം വരുന്നത്? ഈ ഒരു രാജ്യത്ത് നമുക്ക് ഓരോ ആളുകൾക്കും അവരുടെ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിലെവിടെയാണ് തീവ്രവാദം വരുന്നത്? എങ്ങനെയാണ് സഹോദരങ്ങൾ ഒരു തീവ്രവാദം വരുന്നത്? ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ആഘോഷിക്കുന്ന ആളുകളെ പോയി തല്ലണമെന്നാണോ? ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരാണ് തല്ലുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തണമെന്നാണോ ഒരു മുസ്ലിം പറയുന്നത്? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഹറാമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എല്ലാ ആളുകളോടും നീതിയോടുകൂടി വർത്തിക്കുക എന്നുള്ളതാണ്. പഠിച്ചു നോക്കണം ഇസ്ലാമിനെ പറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട്, മുസ്ലിമിനോട് എന്നല്ല, നിങ്ങൾ ജനങ്ങളോട് നല്ല വാക്കുകൾ പറയണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഇസ്ലാം എന്ന ഈ ദീൻ, അതിലാണ് സഹോദരങ്ങൾ ഒരു മുസ്ലിം ഉള്ളത്. അതിനാൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ യഥാവണ്ണം മനസ്സിലാക്കുക. ഒരാഘോഷം വന്നു കഴിഞ്ഞാൽ, ഇതര മതസ്ഥരുടെ ആഘോഷം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് നിർബന്ധമായ കാര്യമാണ്. പറഞ്ഞതുപോലെ ഒരിക്കലും ഈ രൂപത്തിൽ അവരെ പ്രയാസപ്പെടുത്തുക എന്നതിന് ഇത് ഒരിക്കലും അർത്ഥമില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്രയവിക്രയങ്ങൾ നടത്തിയ ആളുകളാണ് അവർ. റസൂൽ അവിടുന്ന് വഫാത്താകുമ്പോൾ അവിടുത്തെ പടയങ്കി ഒരു ജൂതന്റെ കയ്യിലാണ് പണയത്തിനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസമാണ് നമുക്ക് ഏറ്റവും വലുത്. ഇതുപോലുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലും പല ആളുകൾ ഇതുപോലെ ആഘോഷിക്കുന്നവരുണ്ടായേക്കാം. അവരോട് പറഞ്ഞു കൊടുക്കുക, ഇതാണ് ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുവഹിദായി മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نعوذ بك من النار، اللهم إنا نعوذ بك من النار. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.